മക്കളെ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3.5 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുമ്പ് വീഡിയോസ് കാണാത്ത നിർബന്ധമായിട്ട് അത് കാണാം. കാരണം നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസും ആവറേജും ബോർഡ് എക്സാമിനും അതിൽ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ നന്നായിട്ട് കാണാം. അതുകൊണ്ട് 4 ലെവൽ ക്വസ്റ്റ്യൻസ് വന്നതിനാൽ നിങ്ങൾ സേഫാണ് ഷുവർലി. ഒക്കെ നമുക്ക് ടൈം കളയേണ്ട. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതെന്താ ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം. A silver wire has a resistance of 2.1 ohm at 27.5 degrees Celsius and a resistance of 2.7 ohm at 100 degrees Celsius. Determine the temperature coefficient of resistivity of silver. Okay, ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഫാക്ടേഴ്സ് ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി ആ ഒരു ഭാഗത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ EMFൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നിർബന്ധമായിട്ട് തൊട്ടുമ്പത്തെ വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ρ = ആ ഒരു ഇക്വേഷനില്ലേ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് തന്നെ കാണിച്ചത്. അതിൽ ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്നത് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. ഫൈനൽ അവസാനം വരെ കാണാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണേ. ചില തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് ആദ്യം ഗിവൺതായിട്ട് നമുക്കൊന്ന് അടിച്ചത് സെറ്റേക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ, അതിന് ഫസ്റ്റ് ടെമ്പറേച്ചർ T1 എന്ന് വിളിക്കുകയാണ്. T1 = 27.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. R1 = 2.1 ohm ആണ് ആ സിൽവർ വയറിന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. പിന്നെ നൗ വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ, ഇപ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി എന്നാണ് പറയുന്നത്. ആ സമയത്ത് റെസിസ്റ്റൻസ് R2 എന്ന് ഡിനോട്ട് ചെയ്യാം. ദറ്റ് ഈസ് 2.7 ohm. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആയിട്ടുള്ള ആൽഫയാണ്, ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഉണ്ടല്ലേ, R2 = ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. R2 = എന്താ? R1 × 1 + α × T2 - T1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. T2 - T1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അതുപോലെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. മക്കളെ, ആൽഫ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈം എടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. R2 - R1 / R1 × T2 - T1 എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. R2 - R1 / ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കാം. R2 - R1 / ആൽഫ × T2, R2 - R1 / R1 × T2 - T1. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഈ വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാണ്, എനിക്ക് ഏകദേശം ഒരു ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പേസിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് വാല്യൂസ് ഒന്ന് കൊടുത്ത് സെറ്റാക്കി നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫ = R2. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 2.7 ആയിരുന്നല്ലോ, ആദ്യമല്ലേ 2.1. 2.7 - 2.1, അത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഓൾ ഡിവൈഡ് ബൈ ഇനീഷ്യൽ റെസിസ്റ്റൻസ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആണ് 2.1 × T2 - T1. അതായത് ന്യൂ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അതായത് ഇവിടെ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് - 27.5. അതുപോലെ സെൽഷ്യസിനെ കെൽവിനൊന്നും ആക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഇങ്ങനെ ഡൗട്ട് അടിക്കും, കാരണം എല്ലാം SI യൂണിറ്റിലെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ചിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി 2.7 നിന്ന് 2.1 കുറച്ച് കഴിഞ്ഞാൽ അവിടെ ആര് വരും? 0.6 ഉണ്ടാകും. ഡിവൈഡ് ബൈ 2.1 × 100 - 27.5. അപ്പോൾ 25 ആണെങ്കിൽ 75 ആണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞിട്ട് 72.5 ആയിരിക്കും അല്ലേ? 72.5 അല്ലേ? 72.5ൻ്റെ കൂടെ 27.5 കൂട്ടിയാൽ 012. ഓക്കെയാണ്, സംഭവം സെറ്റാണ്. 3 7 ഇവിടെ 100. ഓക്കെ, അപ്പോൾ 72.5 ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വരും. ഓക്കെ, 0.6 ഡിവൈഡ് ബൈ 2.1 × 72.5. ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ്. നോർമലി ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 0.00 ആ ഒരു റേഞ്ചിലാണ് വരിക. ബാക്കി നിങ്ങൾ എന്താണ് ഡിജിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടിലൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആ ഭാഗത്ത്
ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയറാണ് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് പഠിക്കുക. ബിക്കോസ് +2 ആവട്ടെ +1 ആവട്ടെ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ ഓർബിൽ വരാറുള്ളത്, ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്തോട്ടെ. നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.